കോട്ടയത്തെ വൻ തോൽവിക്ക് പിന്നാലെ വോട്ട് ചോർച്ച മറയ്ക്കാൻ ബി.ജെ.പിക്കെതിരെ ആരോപണവുമായി എൽ.ഡി.എഫ്. ബി.ജെ.പിയുമായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വോട്ട് കച്ചവടം നടത്തിയെന്നാണ് എൽ.ഡി.എഫിലെ തമ്മിൽ തല്ല് മറയ്ക്കാനുള്ള കള്ളപ്രചരണമാണെന്ന് ബി.ജെ.പി. മന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും യു.ഡി.എഫ് മുന്നേറ്റമുണ്ടാക്കാൻ കാരണം ആരാണെന്ന് വ്യക്തമാക്കണമെന്നും ബി.ജെ.പി. ആവശ്യപ്പെട്ടു. ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഇടത് വലതു മുന്നണികൾക്കും 2010നേക്കാൾ കുറവ് വോട്ട് മാത്രമാണ് കോട്ടയത്ത് ലഭിച്ചത്. പക്ഷേ എൻ.ഡി.എക്ക് 3% വോട്ട് വർധനവുണ്ടായി. കേരള കോൺഗ്രസ് എൽ.ഡി.എഫിനൊപ്പം നിന്നിട്ടും വോട്ടിലുണ്ടായ ചോർച്ച എൽ.ഡി.എഫിനെ പാടയുലച്ചു. മുന്നണിയിലെ പാളയത്തിൽ പടയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്നും CPM അണികൾ വിട്ടുനിന്നതുമാണ് വിനയായത്. പക്ഷേ ഇക്കാര്യം മറയ്ക്കാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ബി.ജെ.പിയുമായി വോട്ട് കച്ചവടം നടത്തിയെന്ന പുതിയ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് എൽ.ഡി.എഫ്. കോട്ടയം കടുത്തിരുത്തി ഇപ്പൊ പാലായി തന്നെ കഴിഞ്ഞ പ്രാവശ്യം 11 വോട്ടാ ബി.ജെ.പിക്ക് അസംബ്ലി ഇലക്ഷൻ. ഇത്തവണ 22 വോട്ടാ. 27 ഇത്തവണ തൃശ്ശൂരിന് വേണ്ടി ബി.ജെ.പി സ്ഥാനാർത്ഥിച്ചു. അസംബ്ലി ഇലക്ഷൻ 11. ഇതെല്ലാം ചെയ്തിട്ട് ഒരു മാന്യത കാണിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതുവരെ പറയാതിരുന്ന കാര്യം. അങ്ങനെ വന്ന് ഞങ്ങളുടെ വോട്ട് അവരടിച്ചു, അവരുടെ വോട്ട് അടിച്ചു. ഇവരില്ലാത്ത ഇത്തരം കള്ളത്തരങ്ങളെല്ലാം കാണിക്കുന്ന ഈ 2 നേതാക്കന്മാരായി യു.ഡി.എഫിന് വേണ്ടി ഈ കോട്ടയം ജില്ലയിൽ എന്നിട്ട് വന്നിരുന്ന് അങ്ങനെ വലിയ മാന്യനായി പോകേണ്ടതില്ല. കച്ചവടമാണ്. തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയുടെ ജാള്യതയും കേരള കോൺഗ്രസുമായുള്ള ചേർച്ചയില്ലായ്മയും മറച്ചുവെക്കാനാണ് ഇത്തരം കള്ളപ്രചാരണങ്ങളെന്ന് ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ പറഞ്ഞു. മന്ത്രി വി.എൻ. വാസവന്റെ മണ്ഡലമായ ഏറ്റുമാനൂരിൽ എൽ.ഡി.എഫ് പുറകിൽ പോയതിനു കാരണം എന്താണെന്നും അദ്ദേഹം ചോദിച്ചു. സ്ഥാനാർത്ഥിയായിട്ട് വന്ന അന്നേരം മുതൽ 2 മുന്നണികളുടെ ചങ്കിടിപ്പ് തുടങ്ങിയതാണ്. അപ്പൊ അന്നേരം തൊട്ട് അവരുടെ ഒരു പ്രചരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ നടത്തിക്കൊണ്ടൊക്കെ പ്രചരണം. അപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ വോട്ട് കുറയുന്നു, മുന്നണിക്കകത്തൊക്കെ പ്രശ്നങ്ങളാകാൻ തുടങ്ങുന്ന സാഹചര്യം ഉണ്ടായ സമയത്ത് അനാവശ്യമായിട്ട് ഇത്തരം ഒരു കള്ളപ്രചരണം ഉണ്ടാക്കിക്കൊണ്ട് ശ്രദ്ധ തിരിച്ചു വിടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമായിട്ട് ഇതിനെ കാണാൻ വേണ്ടി സാധിക്കും. എൻ.ഡി.എ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഈ 10% വോട്ട് ഷെയർ കുറയുന്ന ഒരു സമയത്ത്, പോൾ ചെയ്ത വോട്ട് കുറയുന്ന സമയത്തും 3.5% വോട്ട് ടോട്ടൽ ഞങ്ങൾക്ക് കൂടുതൽ നേടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇവിടെ നടത്തിയ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട്. കേരള കോൺഗ്രസ് മാണി വിഭാഗം എൽ.ഡി.എഫിലെത്തിയതും കോട്ടയം സീറ്റ് നൽകിയതും CPM പ്രവർത്തകർ അംഗീകരിച്ചിട്ടില്ല. K.M. മാണിയെ ദ്രോഹിച്ച എൽ.ഡി.എഫിനെ ഉൾക്കൊള്ളാൻ കേരള കോൺഗ്രസ് പ്രവർത്തകർക്കും സാധിച്ചിട്ടില്ല. പ്രവർത്തകർക്കിടയിലെ ഈ ഭിന്നതയാണ് വോട്ടിലും പ്രതിഫലിച്ചത്. ജനം, കോട്ടയം.